മനുഷ്യരോട് വരൂ, നിങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊറുക്കലിനെ തേടുമെന്ന് പറയുമ്പോൾ അവർ തല തിരിച്ചു കളയും. ഇവരാണ് മുനാഫിക്കുകൾ. വേറെ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിയോരത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളും വിഷമിച്ചുകൊണ്ടിരിക്കെ ഒരു കാറ്റടിച്ചു. മക്കയിലും മദീനയിലൊക്കെ കാറ്റടിച്ചാലും മണൽക്കാറ്റുകളാണല്ലോ. ഇവിടെയുള്ള മണൽ നോയി പോയി അപ്പുറത്തൊരു മണൽ കുന്നുണ്ടാവും. അവിടെ ഉണ്ടായിരുന്ന കുന്ന് ഇപ്പുറത്തേക്ക് മാറും. അങ്ങനെ മാറിയ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനം ഒട്ടകം കാണാതെയായി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, സ്വഹാബികളെ, എന്റെ ഒട്ടകം എവിടെയാണ് കണ്ടുകൂടാ, ഒന്ന് അന്വേഷിച്ചു നോക്കൂ. എന്നാൽ മദീനയിൽ ഈ സമയത്ത് ഇന്ന ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സ്വഹാബികളായ മുഴുവൻ സ്വഹാബികളും സന്തോഷത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഹനം തേടി പുറപ്പെടാണ്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം സ്വഹാബികളെ സമീപിച്ച് പറയാണ്, എന്താണ് ഇപ്പൊ നമ്മൾ ഈ നബിന്റെ അവസ്ഥ? മദീനയിൽ ഒരാൾ മരണപ്പെട്ടത് ഇത്ര ദൂരെ ഇരുന്ന് കൃത്യമായി നമ്മുടെ നബി പറയുന്നുണ്ട്. എന്നാൽ ആ നബിക്ക് സ്വന്തം ഒട്ടകം നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ നബി തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ടോ ഇല്ലേ എന്നതിൽ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിൽ ഇങ്ങനെ സംശയം ഉണ്ടാക്കി തീർക്കുന്ന ഒരു രോഗം. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമോ ഇല്ലേ? ഇല്ലെന്ന് അയാൾ കൃത്യമായി പറഞ്ഞില്ല, പക്ഷേ പറയാതെ പറയുകയാണ് അയാൾ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞ, സ്വഹാബികളെ, ഇന്ന ഒരു ഭാഗത്തുള്ള ഇന്ന ഒരു മരത്തിന്റെ ഇന്ന ഭാഗത്തുള്ള ഇന്ന വേരിൽ ഇന്ന കാല് കുടുങ്ങി എന്റെ ഒട്ടകുണ്ട്. അതെനിക്ക് അറിയാത്തത് കൊണ്ടല്ല ഞാൻ പറയാതിരുന്നത്, മറിച്ച് മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രതിഫലമുള്ള ഇബാദത്ത് അഷ്റഫുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിദ്മ ചെയ്യലാണ്. ആ പ്രതിഫലം നിങ്ങൾക്ക് മുഴുവനും കിട്ടട്ടെ എന്ന് കരുതി ഞാൻ പറയാതിരുന്നതാണ്. ഞാൻ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ മുനാഫിക്കിന്റെ അടയാളമായി ഹദീസിൽ വിശദീകരിക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഇൽമുൽ ഗൈബിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ചുരുക്കുന്നു. മൂന്നാമത്തെ അടയാളം പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കും. മൂന്നാമത്തത്, അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കുന്ന പരിശുദ്ധ മദീനയിൽ പുന്നാര നബി തങ്ങളെ പള്ളിക്ക് സമാനമായി വേറെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. അമ്പലം ഉണ്ടാക്കുന്നില്ല, ചർച്ച് ഉണ്ടാക്കുന്നില്ല, നല്ലൊരു പള്ളി ഉണ്ടാക്കുകയാണ്. ആ പള്ളി ഉദ്ഘാടനത്തിൽ അന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സയ്യിദായ അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ തന്നെ വിളിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പള്ളി ഉണ്ടാക്കുന്നു, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ മുത്തുനബിയെ തന്നെ വിളിക്കുന്നു. എന്തൊരു നല്ല കാര്യമാണ്. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകാൻ നബി തങ്ങൾ വാക്കുകൊടുക്കുകയും ചെയ്യുന്നു. എന്തേ കാരണം? നബി തങ്ങൾക്കറിയാം ഇവർ മുനാഫിക്കുകളാണ്, എന്റെ കാര്യത്തിൽ വേണ്ടതുപോലെ വിശ്വാസമില്ലാത്തവരാണ്. പക്ഷേ മദീന പള്ളിയിൽ 5 വക്തിനും നിസ്കാരത്തിന് വരുന്ന, ഖുർആൻ ഓതാൻ ഏറ്റവും കൂടുതൽ മുന്നിലെ സഫിലുണ്ടാകുന്ന, എല്ലാ സുന്നത്തായ അമലുകളിലും മുന്നിലുണ്ടാകുന്ന, ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരെ തയ്യാറാകുന്ന ആളുകൾ, അവരെ വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നിട്ട് എന്റെ ഇൽമുൽ ഗൈബ് കൊണ്ടൊരു വിധി പറഞ്ഞാൽ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പോകാമെന്ന് നബി തങ്ങൾ വാക്കുകൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത നേതാവാണല്ലോ. അവിടുന്ന് ചോദിച്ചു, നബിയെ, നിങ്ങൾ ആ പള്ളി ഉദ്ഘാടനത്തിന് പോകുന്നുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, പോകുന്നുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ,